ഓക്കെ. ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ദ എഞ്ചിനീയർസ് ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നോഡ് അനാലിസിസിന്റെ ടൈപ്പ് 3 ആണ്. ലാസ്റ്റ് ടൈപ്പ് ആണ്. ടൈപ്പ് 3. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കറണ്ട് വോൾട്ടേജ് സോഴ്സും റെസിസ്റ്ററും മാത്രമുള്ളതാണ് ടൈപ്പ് 1. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കറണ്ട് സോഴ്സും കൂടെ വന്നപ്പോൾ ടൈപ്പ് 2 ആയി. റൈറ്റ്. ഇതായിരുന്നു നമ്മുടെ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ. ഇതായിരുന്നു നമ്മുടെ ടൈപ്പ് 2 അല്ലേ? ടൈപ്പ് 2 ഇതായിരുന്നു. ഇത്രയും വന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ടൈപ്പ് 1 ആവുന്നത്. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ രണ്ട് നോഡിന് ഇടയിൽ വോൾട്ടേജ് സോഴ്സ് വന്നാൽ എന്നുള്ള കേസാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരാണ് സൂപ്പർ നോഡ് അനാലിസിസ്. ഇത് നമ്മൾ സൂപ്പർ മെഷ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കറിവേപ്പില ടെക്നിക് ആയിരിക്കും. കറിവേപ്പില ടെക്നിക്കാണ് നമ്മൾ സൂപ്പർ നോഡ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ സൂപ്പർ നോഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നോഡുകൾക്കിടയിൽ ഒരു വോൾട്ടേജ് സോഴ്സ്. അവിടെ കറണ്ട് സോഴ്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കറണ്ട് സോഴ്സ് വരുന്ന ടൈപ്പ് 2 കറണ്ട് സോഴ്സ് വന്നാലും ടൈപ്പ് 3 കറണ്ട് സോഴ്സ് വന്നാലും കുഴപ്പമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ എങ്ങനെയാണ് ടൈപ്പ് 3 ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മൾ ടൈപ്പ് 3 ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന രണ്ട് നോഡുകൾക്കിടയിൽ വോൾട്ടേജ് സോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 3 ആയിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നോഡുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് നോഡ് എന്ന് പറയുന്നത്? നമുക്ക് ക്വാളിഫൈഡ് ഡിസ്ക്വാളിഫൈങ് പ്രോസസ്സിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. 3 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് നോഡാവത്തുള്ളൂ. ഇത് നോഡാണോ? അല്ല. ഇവിടെ 2 ബ്രാഞ്ചേ ഉള്ളൂ. ഇതോ 3 ബ്രാഞ്ച് ഉണ്ട്. ഇതൊന്നും ഞാൻ ഇനി പറയില്ല. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ക്വാളിഫൈഡ് ഡിസ്ക്വാളിഫൈങ് പ്രോസസ്സ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് വരിക. ക്വാളിഫൈഡ് ഡിസ്ക്വാളിഫൈങ് പ്രോസസ്സിലൂടെ ഞാൻ കണ്ടുപിടിച്ചു ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഓൾസോ ഇതൊരു നോഡാണ് എന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ചു. ഇത് ക്വാളിഫൈങ് ഡിസ്ക്വാളിഫൈങ് പ്രോസസ്സിലൂടെ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നുകൂടെ പറയാത്തത്. മുമ്പത്തെ എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോഡുകൾക്കിടയിൽ ഒന്നും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ നോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിച്ച് കണക്ട് ചെയ്യണം. ഈ രണ്ട് നോഡുകൾക്കിടയിൽ റെസിസ്റ്റർ ഉണ്ട്, ഈ രണ്ട് നോഡുകൾക്കിടയിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഈ രണ്ട് നോഡുകൾക്കിടയിൽ റെസിസ്റ്റർ ഉണ്ട്, ഇതിനിടയിൽ റെസിസ്റ്റർ ഉണ്ട്, ഇതിനിടയിൽ റെസിസ്റ്ററും വോൾട്ടേജ് സോഴ്സും ഉണ്ട്. അതേസമയം ഈ 3 നോഡുകൾ, താഴെയുള്ള ഈ 3 നോഡുകൾക്കിടയിൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഒന്നിച്ച് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. സോ ഒന്നിച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് അവരെല്ലാം കൂടെ നമുക്ക് അങ്ങ് ഒന്നിച്ച് കണക്ട് ചെയ്ത് വെച്ചേക്കാം. പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. വെറുതെ നമ്മളായിട്ട് എന്തിനാണ് പ്രശ്നങ്ങളൊക്കെ എന്താ റെസിസ്റ്റർ അങ്ങോട്ടാ വരുന്നത്? അവിടെ ഇരുന്നു. റെസിസ്റ്ററിനെ ഞാൻ വിളിച്ചില്ലല്ലോ. ഈ അവിടെ ഇരിയടോ റെസിസ്റ്ററെ. ഇവിടെ കൊണ്ടേ കണക്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടേ കണക്ട് ചെയ്യുന്നു. ഇയാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടേ കണക്ട് ചെയ്യും. ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഇവിടെ കണക്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇല്ല. ഇവിടെ കണക്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇല്ല. എല്ലാം ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റ് അല്ലേ? നമ്മളൊരു കാണാനൊരു ചന്തത്തിന് വേണ്ടി എല്ലാത്തിനെയും നടുക്കൊണ്ട് കണക്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വിപൊട്ടൻഷ്യൽ നോഡുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് നോഡിനെ കണ്ടുപിടിക്കുന്നു. ആരാണ് ഗ്രൗണ്ട് നോഡ്? കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് ഉള്ള ആരാണ്? അയാൾ ഗ്രൗണ്ട് നോഡ്. ഈ മേളിലത്തെ ഈ നോഡ് നോക്കിക്കഴിഞ്ഞാൽ 1 2 3, ഇയാൾക്ക് 1 2 3, ഇയാൾക്ക് 1 2 3. അതേസമയം താഴത്തെ നോഡ് നോക്കിയാൽ 5 എണ്ണം ഉണ്ട്. സോ ഇയാൾ നമ്മൾ ഗ്രൗണ്ട് നോഡായിട്ട് സെലക്ട് ചെയ്യുന്നു. V is equal to 0. ബാക്കിയുള്ളവർക്ക് നമുക്ക് ഓരോ പേരുകൾ അങ്ങ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ആളുകൾക്ക് നമുക്ക് ഓരോ പേരുകൾ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇയാളെ ഞാൻ വിളിക്കുന്നു VA, ഇയാളെ ഞാൻ വിളിക്കുന്നു VA. എന്ന് തന്നെ വിളിക്കണോ? വേണ്ട, V1 എന്ന് വിളിച്ചോ. ഇയാളെ ഞാൻ VB എന്ന് വിളിക്കുന്നു, ഇയാളെ ഞാൻ VC എന്ന് വിളിക്കുന്നു. 3 നോഡുകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ നോഡിലും KCL നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇവിടെയും ഞാൻ വേണേ കാണിച്ചു തന്നേക്കാം. മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? KVL അപ്ലൈ ചെയ്യുന്നു. KCL അപ്ലൈ, KCL ഓൺ നോഡ് 1. ഞാനിത് വലുതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയില്ല കേട്ടോ. ഈ സൂപ്പർ നോഡിന്റെ കാര്യം മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം.
സോ നോഡ് 1ലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു I1നെ എടുക്കുന്നു. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെ അത്ര ഇതായിട്ട് പറയാത്തത്. ഓക്കെ, ഇത് I1 ആക്കുന്നു, ഇത് I2 ആക്കുന്നു, ഇത് I3 ആക്കുന്നു, ഇത് I2 ആക്കുന്നു, ഇത് ഞാൻ I3 ആക്കുന്നു. ഫൈൻ. ഇവിടെ നിങ്ങൾ KCL അപ്ലൈ ചെയ്തോ. ഇവിടെ KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? I1 plus I2 plus I3 is equal to 0. I3 is equal to 0. കാര്യം നമ്മളെല്ലാം ലീവിങ് ആയിട്ടാണ് എടുത്തത്. ഓക്കെ, എൻറ്ററിങ് ആയിട്ടുള്ള ഒരു കറണ്ട് പോലും നമ്മൾ എടുത്തതിലില്ല. പക്ഷെ ആക്ച്വലി 10 ohm എന്ന് പറയുന്നത് നമ്മുടെ നോഡിലേക്ക് എൻറ്ററിങ് ആണ്. പക്ഷെ നമ്മൾ എടുക്കുന്നതിന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മളെടുത്ത ഒരു കറണ്ട് സോഴ്സും നോഡിലേക്ക് എൻറ്ററിങ് ഇല്ല. അതുകൊണ്ട് എൻറ്ററിങ് കറണ്ട് 0 ആണ്. ലീവിങ് കറണ്ട് എല്ലാം നമ്മൾ ഒന്നിച്ചെഴുതി. I1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ടൈപ്പ് 2 ആ. ഇത് എന്താണ്? ഇത് ടൈപ്പ് 2 കൂടെ വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ, കണ്ടോ? അതായത് കറണ്ട് സോഴ്സും കൂടെ വന്നിട്ടുണ്ട്. കറണ്ട് സോഴ്സ് വന്നാൽ എന്താ പ്രത്യേകത? നമ്മുടെ കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? I is equal to സ്റ്റാർട്ടിംഗ് പോയിന്റ് മൈനസ് എൻഡിങ് പോയിന്റ് പ്ലസ് ഓർ മൈനസ് വോൾട്ടേജ് സോഴ്സ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റർ. ഇതാണ് നമ്മുടെ കറണ്ടിന്റെ ഇക്വേഷൻ. കറണ്ട് സോഴ്സ് വന്നാൽ നമ്മളവിടെ കറണ്ട് ഇക്വേഷൻ എഴുതണ്ട. ഓക്കെ, എന്നിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ കാര്യമായിരുന്നത് I1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ആ വാല്യൂ എഴുതി വെച്ചാൽ മതി. സോ ഡയറക്റ്റ് 10 എന്ന് എഴുതിയാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, I1 താഴേക്കും 10 ആമ്പിയർ മുകളിലേക്കും. അപ്പൊ നമ്മൾ വെറും 10 അല്ല എഴുതേണ്ടത്, -10 ആണ് എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി I1ഉം ഈ 10 ആമ്പിയർ താഴേക്കാണെങ്കിലോ 10 എന്ന് മാത്രം എഴുതിയാൽ മതി. രണ്ടുപേരും ഒപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ -10 എഴുതി. ഓക്കെ, തൊണ്ടവേദന എടുക്കുന്നു. ഇനി നമ്മൾ I2ലേക്ക് പോകുമ്പോൾ തൊണ്ടയ്ക്ക് വേദന എടുക്കുന്നില്ലടാ. ജസ്റ്റ് ഞാൻ ഒന്ന് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, നമുക്ക് അധികം ഒച്ചയിൽ ഇനി സംസാരിക്കാൻ പറ്റില്ല. നല്ല വേദന എടുക്കുന്നുണ്ട്. I2 എങ്ങനെ എഴുതുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങൾ വോളിയം ഒന്ന് കൂട്ടിയിട്ടിട്ട്, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വോളിയം ഒന്ന് കൂട്ടിയിട്ടിട്ട് കാണാം കേട്ടോ. ഞാൻ ഇനി അധികം ഒച്ചയിൽ സംസാരിക്കില്ല. I2 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് VA മൈനസ് എൻഡിങ് പോയിന്റ് VB. സോറി, I2 അതല്ലല്ലോ. I2 ഇതല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് 0 ആണ്, അത് എഴുതണ്ട. പ്ലസ് ഓർ മൈനസ് വോൾട്ടേജ് സോഴ്സ് ഒന്നും അവിടെ ഇല്ല, അപ്പൊ അതൊന്നും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റൻസ് 3. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാര്യം നമ്മളൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. I3 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് മൈനസ് എൻഡിങ് പോയിന്റ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല, റെസിസ്റ്റർ 2 is equal to 0. ഓക്കെ, കോൺസ്റ്റന്റുകൾ മാത്രം, വേരിയബിളിനെ മാത്രം നമ്മളിവിടെ ഇട്ടാൽ മതി. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ -10 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. സോ ആ -10 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +10 ആവില്ലേ? ആവും. ഒരുപാട് എഴുതിയ സ്ഥലങ്ങളാണ്, നമുക്ക് ഇവിടെ വെച്ച് തന്നെ അങ്ങ് മാറ്റിയേക്കാം. +10. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്ററിനെല്ലാം ഒരേപോലെ ആക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് ഡിനോമിനേറ്ററിനെ ഒരേപോലെ ആക്കുന്നത്? ഏറ്റവും വലിയ സംഖ്യ ആരാണോ അയാളെ പോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ 2നെ 3 ആക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അല്ല, എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? പോയിന്റ് ഉള്ള എന്തോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 3ലേക്ക് കൊണ്ടുവരാം. പക്ഷെ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ഈ വലിയ സംഖ്യ പോലെ തന്നെ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഒരേപോലെ ആക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്റർ രണ്ടിടത്തും 6 ആയില്ലേ? ഒരേപോലത്തെ സംഖ്യ ആയാൽ മതി നമുക്ക്. അപ്പൊ എന്ത് വരും? 2 × VA 2VA ഡിവൈഡഡ് ബൈ 6 പ്ലസ് ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2VA മൈനസ് 2VB ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 10. ഡിനോമിനേറ്ററുകളെല്ലാം ഒന്നിച്ചായി. അപ്പോൾ ഒരൊറ്റ ഡിനോമിനേറ്റർ മതി, ഇത് മാത്രം മതി. റൈറ്റ്. ഈ 6 അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കിട്ടും? നമുക്ക് 60 എന്ന് കിട്ടും അല്ലേ? അതൊക്കെ നമുക്ക് ഈ സ്റ്റെപ്പിൽ വെച്ച് തന്നെ എല്ലാ കാര്യവും അങ്ങ് ചെയ്തേക്കാം. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? 2VA plus
3VA ഇവിടെ നമ്മൾ 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. ഞാൻ നേരത്തെ 2 എങ്ങാണ്ട് എഴുതിയത് തെറ്റാണ്. 3VA മൈനസ് 3VB ഡിവൈഡഡ് ബൈ 6 അപ്പുറത്തേക്ക് പോയി. ആ 6 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 16 വന്നു. 2VAയും 3VAയും കൂടെ കൂടുമ്പോൾ 5VA minus 3VB is equal to 60. This is our equation number 1. This is our equation number 1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത നോഡിൽ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. ഞാനിപ്പോൾ ഇത് മായ്ക്കുകയാണ്. നമുക്ക് ഈ ഫൈനലി ആൻസർ മാത്രം മതി. ഈ ഫൈനൽ ആൻസർ മാത്രം മതി. അതിവിടെ ഇരിക്കട്ടെ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ KCL ഓൺ നോഡ് ബി. നോഡ് ബിയിൽ നിങ്ങൾ KCL അപ്ലൈ ചെയ്ത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നോഡ് ബിയിൽ KCL അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് KCL പറ്റത്തില്ല. കാര്യം എന്താണ്? നോഡ് ബിയിലും നോഡ് സിക്കും ഇടയിൽ എന്ത് വരുന്നുണ്ട്? ഒരു വോൾട്ടേജ് സോഴ്സ് വരുന്നുണ്ട്. ഇതെന്താണ്? സൂപ്പർ നോഡ് അനാലിസിസ് ആണ്. സോ നമ്മൾ എന്തെഴുതണം? ഡയറക്റ്റ് നമുക്ക് നോഡ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നോഡ് ബി ആൻഡ് നോഡ് സി ഫോംസ് എ സൂപ്പർ നോഡ്. ഒരു സൂപ്പർ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ സൂപ്പർ മെഷ് അനാലിസിസിൽ നമ്മൾ കറണ്ട് ഇക്വേഷൻ എഴുതിയത്. പക്ഷെ സൂപ്പർ നോഡ് അനാലിസിസിൽ നമ്മൾ വോൾട്ടേജ് ഇക്വേഷൻ ആണ് സൂപ്പർ നോഡ് വെച്ച് എഴുതുന്നത്. വോൾട്ടേജ് ഇക്വേഷൻ നമ്മൾ എഴുതണം. എങ്ങനെയാ വോൾട്ടേജ് ഇക്വേഷൻ എഴുതുന്നതെന്ന് ചോദിച്ചെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതാണ് ഇതിന്റെ വലിയ ഭാഗമാണ് ഇതിന്റെ പോസിറ്റീവ്, ചെറിയ ഭാഗമാണ് ഇതിന്റെ നെഗറ്റീവ്. ശരിയല്ലേ? അപ്പോൾ വലിയ ഭാഗത്ത് നിൽക്കുന്ന, അതായത് പോസിറ്റീവിന്റെ സൈഡിൽ നിൽക്കുന്ന ആള് മൈനസ് നെഗറ്റീവിന്റെ സൈഡിൽ നിൽക്കുന്ന ആള് ഈസ് ഈക്വൽ ടു വാല്യൂ. പോസിറ്റീവ് സൈഡ് മൈനസ് നെഗറ്റീവ് സൈഡ് ഈസ് ഈക്വൽ ടു വാല്യൂ. ഇതാണ് നമ്മുടെ മെത്തേഡ്. പോസിറ്റീവ് സൈഡിൽ ആരാ നിൽക്കുന്നത്? VB. നെഗറ്റീവ് സൈഡിൽ ആരാ നിൽക്കുന്നത്? VC. ഈസ് ഈക്വൽ ടു ഇതിന്റെ വാല്യൂ 20. കഴിഞ്ഞു. വോൾട്ടേജ് ഇക്വേഷൻ കഴിഞ്ഞു. ഓക്കെ, വോൾട്ടേജ് ഇക്വേഷൻ കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതായത് യൂസ് ആൻഡ് ത്രോ മെത്തേഡ് നിങ്ങൾ പഠിച്ചായിരുന്നല്ലോ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അതായത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നിങ്ങൾ വലിച്ചെറിയുക അല്ലെ? ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചെറിയുക എന്നുള്ളായിരുന്നു. ഓക്കെ, അപ്പം കറിവേപ്പില ടെക്നിക്കാണ്. നമ്മൾ ഈ ബ്രാഞ്ചിനെ ഉപയോഗിച്ചു. നമ്മൾ ഈ ബ്രാഞ്ചിനെ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ഈ ബ്രാഞ്ചിനെ ഉപയോഗിച്ച് എഴുതി ഒരു വോൾട്ടേജ് ഇക്വേഷൻ എഴുതി. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 എന്നോ എന്ത് വേണേൽ കൊടുത്തോ. ഓക്കെ, ഇതിനുപയോഗിച്ച് നമ്മളൊരു ഇക്വേഷൻ എഴുതി. ഇനി നമ്മൾ ഈ ബ്രാഞ്ചിലേക്ക് നമ്മൾ നോക്കത്തോലുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർ നോഡ് നിങ്ങൾ അപ്ലൈ സൂപ്പർ നോഡ് അപ്ലൈ KCL ഓൺ സൂപ്പർ നോഡ്. നമ്മൾ മറ്റേടത്ത് പറഞ്ഞ പോലെ തന്നെ സൂപ്പർ നോഡ്. ഇവിടെ ഒരു കറണ്ട് കൊടുക്കുക. ഇറ്റ് ഈസ് I4, ദിസ് ഈസ് I5. ആൻഡ് ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട് ഉണ്ടോ? ഇങ്ങോട്ടേക്ക് ഒരു കറണ്ടിനെ എഴുതാൻ വേണ്ടി പാടില്ല. കാര്യം അതായത് എവിടെയാണോ സൂപ്പർ നോഡ് നമ്മൾ അപ്ലൈ ചെയ്തത് ആ ബ്രാഞ്ചിനെ ഇനി നമ്മൾ നോക്കില്ല. നമ്മൾ യൂസ് ചെയ്തു, ഇനി നമ്മൾ അയാളെ പരിഗണിക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ ദിസ് ഈസ് I6 ആൻഡ് ദിസ് ഈസ് I7. അതെന്തുകൊണ്ടാ? ഈ VBയും VCയും ആണ് സൂപ്പർ നോഡ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചാ. നമ്മൾ VA എന്ന് പറഞ്ഞപ്പോൾ VAയുടെ കറണ്ട് മാത്രമേ എഴുതിയുള്ളൂ അല്ലേ? സൂപ്പർ നോഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ആരൊക്കെയാണോ സൂപ്പർ നോഡ് ഉണ്ടാക്കിയത് അവരെ രണ്ടുപേരും ഒന്നിച്ചാണ് നമ്മൾ ഇനി ഇക്വേഷൻ എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇങ്ങോട്ടേക്ക് എടുക്കണോ കറണ്ടിന്റെ ഡയറക്ഷൻ? വേണ്ട. ഈ ബ്രാഞ്ചിൽ നമ്മൾ നോക്കത്ത് പോലും ഇല്ല. ഓക്കെ, ഫൈൻ. നിങ്ങൾ ഇനി അവിടെ നിങ്ങൾ KCL അപ്ലൈ ചെയ്യുമ്പോൾ I4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? I4 പ്ലസ് I5
പ്ലസ് I6 പ്ലസ് I7 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ ഒന്നിച്ചെഴുതണം. സൂപ്പർ നോഡിൽ നിങ്ങൾ ഒന്നിച്ചെഴുതണം. വി ബിയുടെയും വി സിയുടെയും ഇക്വേഷൻ ഒന്നിച്ചെഴുതണം. ഏതൊക്കെ ഇത് തമ്മിലാണോ സൂപ്പർ നോഡ് ഉണ്ടാക്കുന്നത് അവർ തമ്മിൽ ഒന്നിച്ചെഴുതണം. I4 എന്ന് പറഞ്ഞാൽ എന്താ? എൻഡിങ് പോയിന്റ് മൈനസ് ഇത് ഡിവൈഡ് ബൈ 1. എൻഡിങ് പോയിന്റ് ആരാണോ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരാണ്? വി ബി മൈനസ് എൻഡിങ് പോയിന്റ് ആരാണ്? ഇങ്ങോട്ടേക്കാ പോകുന്നത് അല്ലേ? വി എ ഡിവൈഡഡ് ബൈ പ്ലസ് ഓർ മൈനസ് വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല, ഡിവൈഡഡ് ബൈ 2 പ്ലസ് I5 എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡിങ് പോയിന്റ് വി ബി മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വി ബി മൈനസ് എൻഡിങ് പോയിന്റ് 0 ആണെന്ന് എഴുതണ്ട. പ്ലസ് ഓർ മൈനസ് വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല, ഡിവൈഡഡ് ബൈ 1. ഇനി അടുത്തത് ഇങ്ങോട്ടേക്കൊന്നും ഇല്ലല്ലോ. I6 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് വി സി എൻഡിങ് പോയിന്റ് 0, അവിടെ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല, ഡിവൈഡഡ് ബൈ 2 പ്ലസ് I7 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് മൈനസ് എൻഡിങ് പോയിന്റ് 0 ആണ്. പ്ലസ് ഓർ മൈനസ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇവിടെ മൈനസ് 15 വരും. എത്ര വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ? വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ 10 വോൾട്ട്. മൈനസ് 10 ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റർ 5 ഇസ് ഈക്വൽ ടു 0. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഡിനോമിനേറ്ററുകളെല്ലാം ഒരേപോലെ ആക്കുക. ഓക്കെ, ഡിനോമിനേറ്ററുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരേപോലെ ആക്കണം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഞാനൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്റർ എല്ലാം 10 ആവും അല്ലെ? ഏതെങ്കിലും ഒരു സംഖ്യ ആക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. സോ ആ രീതിയിൽ നമ്മൾ ആ ഒരു സംഖ്യനെ ആക്കി, ശരിയല്ലേ? എല്ലായിടത്തും 10 ആക്കി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്തു. LCM ഒക്കെ കണ്ടുപിടിച്ചിട്ടോ അങ്ങനെ എന്ത് വേണേൽ നിങ്ങൾ ചെയ്തു കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. നമ്മളെല്ലാം ഡിനോമിനേറ്ററിൽ ഒരേപോലെ ആക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? അത് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം നമ്മൾ മുമ്പേ ചെയ്താണ് ഈ സ്റ്റെപ്പൊക്കെ. നിങ്ങൾ ഈ സൂപ്പർ നോഡ് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ അടിയിലെല്ലാം 10 വരും. ആ 10 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് 0 ആവും. ബാക്കിയുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? ബാക്കിയുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5VB മൈനസ് 5VA 5VB മൈനസ് 5VA പ്ലസ് 10VB പ്ലസ് 5VC പ്ലസ് 2VC മൈനസ് 20 ഇസ് ഈക്വൽ ടു 0. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മൈനസ് 5VA പ്ലസ് 15VB പ്ലസ് 7VC ഈക്വൽ ടു 0. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ആണ്. അപ്പൊ നമുക്കിപ്പോൾ 3 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. 3 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ 3 ഇക്വേഷൻ നിങ്ങൾ കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനിൽ VA ഉണ്ട്, VB ഉണ്ട്, VC ഉണ്ട്. ഈ ഇക്വേഷനിൽ VA VB ഉള്ളൂ, ഈ ഇക്വേഷനിൽ VB VC ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ എടുത്താൽ സിൻടാക്സ് എറർ വരും. അപ്പൊ ഇവിടെ നമ്മൾ മെഷിൽ പറഞ്ഞ പോലെ തന്നെ ഇത് 0VC എന്ന് എഴുതണം. ഇവിടെ VB VC ഉണ്ട്, VA ആണ് ആദ്യം വരേണ്ടത്. അവിടെ പ്ലസ് 0VA നിങ്ങൾ എഴുതണം. ഓക്കെ, സോറി, 0VA അല്ല, 0VA പ്ലസ് എന്ന് നിങ്ങൾ എഴുതണം. എന്നിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് VA VB VB ഒക്കെ കിട്ടുന്നത് ഇങ്ങനെയാണ്. VA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 18.94 വോൾട്ട്. VB എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 11.57 വോൾട്ട്. VC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് -8.42 വോൾട്ട്.
നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? 5 ഓം റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇതാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. സോ 5 ഓം റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് ഏതാണ്? I7 അല്ലേ? I7 തുല്യമായി നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഇയാളെ അല്ലേ? I7 എന്ന് പറഞ്ഞാൽ VC മൈനസ് 10 ഡിവൈഡഡ് ബൈ 5 അല്ലേ? അതെ. സോ എന്ന് പറഞ്ഞാൽ ആരാണ്? VC എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടി -8.42 -10 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും -3.68 ആംപിയർ. അപ്പൊ നിങ്ങളിത് പ്രൂവ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂപ്പർ നോഡ് വന്നു എന്നേ ഉള്ളൂ. 2 നോഡുകൾക്കിടയിൽ ഒരു വോൾട്ടേജ് സോഴ്സ് വന്നു. ഇതാണ് സൂപ്പർ നോഡ്. സൂപ്പർ നോഡ് അനാലിസിസ്, കറിവേപ്പില ടെക്നിക് ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കുക? വോൾട്ടേജ് ഇക്വേഷൻ ഉപയോഗിക്കുക. എങ്ങനെ വോൾട്ടേജ് ഇക്വേഷൻ എഴുതുന്നത്? ഈ വോൾട്ടേജ് സോഴ്സ് നോക്കുക. ഈ വോൾട്ടേജ് സോഴ്സിന്റെ പോസിറ്റീവ് ഭാഗം എവിടെയാണ് കിടക്കുന്നത്? അയാള് മൈനസ് നെഗറ്റീവ് ഭാഗം എവിടെയാണ് കിടക്കുന്നത്? അയാള് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് ഇങ്ങനെയായിരുന്നു കിടന്നത് എങ്കിൽ എങ്ങനെ എഴുതുന്നത്? ഇത് VA, ഇത് VB, ഇതൊരു 10 വോൾട്ടാന്ന് വിചാരിക്കുക. ഇതല്ലേ വലിയ ഭാഗം, ഇതല്ലേ ചെറിയ ഭാഗം. അപ്പൊ പോസിറ്റീവിന്റെ അവിടെ VB, നെഗറ്റീവിന്റെ ഇവിടെ VA = 10. ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ വോൾട്ടേജ് ഇക്വേഷൻ എഴുതുക. അതിനുശേഷം വോൾട്ടേജ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രാഞ്ചിനെ നോക്കത്ത് പോലുമില്ല. പിന്നെ ഈ ആരൊക്കെയാണോ സൂപ്പർ നോഡ് ഉണ്ടാക്കി അവർ രണ്ടുപേരെയും കൂടെ ചേർത്ത് നമ്മൾ സൂപ്പർ നോഡ് ഇക്വേഷൻ എഴുതും. അവർ രണ്ടുപേരെയും കൂടെ ചേർത്ത്. അപ്പോൾ ഈ ചേർത്ത് എഴുതാൻ നേരം ഈ ബ്രാഞ്ചിലേക്ക് നമ്മൾ കറണ്ടിനെ ഒന്നും കൊടുക്കത്തില്ല. കാര്യം ആ ബ്രാഞ്ചിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞു. ഉപയോഗിക്കുക, വലിച്ചെറിയുക. പിന്നെ ഈ കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുമ്പോഴുള്ള കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്താണ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാൻ. അധികം സംസാരിക്കാതിരുന്ന എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു.